ഹായ് ഫ്രണ്ട്സ്, നമസ്തേ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ചില പ്രത്യേക ഇൻഫർമേഷൻ തരാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത്. മിക്കവരും ഓരോ അവരുടെ പ്രോഡക്റ്റിനെ കുറിച്ച് ഞങ്ങൾ ചെയ്യാറുണ്ട്, GNSും ചെയ്യുന്നുണ്ട്. പക്ഷേ ആരും അതിൻ്റെ ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ടാവാം അതിൻ്റെ ചില മറുവശങ്ങളുണ്ട്. അത് പ്രത്യേകിച്ച് വിസ എങ്ങനെ ഉണ്ടാക്കണം, വിസ കിട്ടിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും, എന്താണ് വിസയുടെ പരിമിതികൾ, ഇതാരും പലരും പറഞ്ഞു തരാറില്ല. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് പച്ച മലയാളത്തിൽ ആവുന്ന വിധം നിങ്ങളെ എങ്ങനെയാണ് അമേരിക്കൻ വിസ കിട്ടേണ്ട ചില പ്രാവർത്തികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക നിങ്ങൾക്ക്. അത് നിങ്ങളെ എങ്ങനെ എനിക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റും, നിങ്ങൾ ഭയം കൂടാതെ എങ്ങനെ നിങ്ങൾക്ക് അമേരിക്കൻ വിസ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, റെഡി? ഓൾ റൈറ്റ്. എല്ലാവരും ചിന്തിക്കുന്നത് അമേരിക്കൻ വിസ ഇസ് എ മദർ ഓഫ് ഓൾ വിസാസ്. Yes, maybe, because you get, as of now, tourist visa, that's called B1, B2. That is for the business, pleasure, tourism, to visit your friends and relatives. ഇതിനൊക്കെ ഒരു വിസയാണ്, ദാറ്റ് ഈസ് കോൾഡ് B1, B2 വിസ. അത് നമുക്ക് സാധാരണ നിരക്കിൽ എടുക്കുമ്പോൾ 10 വർഷത്തേക്ക് കിട്ടും. പക്ഷേ എല്ലായ്പ്പോഴും കിട്ടണമെന്നില്ല. സാധാരണ നമ്മുടെ പാസ്പോർട്ട് എക്സ്പയറി ആയാലും കൂടി ഈ ഒരു വിസ നമ്മുടെ പാസ്പോർട്ടിൽ ഉണ്ടെങ്കിൽ അടുത്ത വേറൊരു പാസ്പോർട്ട് എടുക്കുമ്പോഴും കൂടി ഈ വിസ, പഴയ പാസ്പോർട്ടിലുള്ള ഈ അമേരിക്കൻ വിസ അപ്പോഴും വാലിഡ് ആയിരിക്കും. അതുകൊണ്ട് അതിനെപ്പറ്റി ഭയപ്പെടേണ്ട. നമ്മൾ മറ്റ് പല വിസ, ഇൻക്ലൂഡിങ് കാനഡ വിസ എടുത്തു കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ പാസ്പോർട്ടിലുള്ള ആ വിസ ആ പാസ്പോർട്ട് എക്സ്പയറി ആവുകയാണെങ്കിൽ വിസ ഉണ്ട്, വിസയ്ക്ക് വാലിഡിറ്റി ഉണ്ട്. പക്ഷേ ആ പാസ്പോർട്ട് കഴിഞ്ഞു പോയാൽ നമ്മൾ പുതിയ പാസ്പോർട്ട് എടുക്കുമ്പോൾ ഈ വിസ അവിടെ വാലിഡ് ആയിരിക്കില്ല. വീണ്ടും നമ്മൾ വിസയ്ക്ക് അപ്ലൈ ചെയ്ത് വീണ്ടും എടുക്കേണ്ടി വരും. പക്ഷേ അമേരിക്കൻ വിസയ്ക്കുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ വിസ നമ്മൾ 10 വർഷത്തേക്ക് അടുത്ത വിസ സപ്പോസ് 6 വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ 4 വർഷം കഴിയുമ്പോൾ ഇവിടെ 8 വർഷം കഴിയുമ്പോൾ ആ പാസ്പോർട്ട് എക്സ്പയർ ആയി. ഇപ്പോൾ നമുക്ക് റിന്യൂ ചെയ്യണം. റിന്യൂ ചെയ്യുമ്പോൾ ഈ പുതിയ പാസ്പോർട്ട് പഴയ പാസ്പോർട്ട് എടുത്ത് ഒരുമിച്ച് വെച്ചാൽ നമുക്ക് അമേരിക്കയ്ക്ക് ആ വിസ വാലിഡിറ്റിയാണ്. ഹൗ ഡു വി ഡു ഇറ്റ്? സാധാരണ അമേരിക്കൻ വിസ എല്ലാവരും ചിന്തിക്കുന്നത് എന്തോ ഒരു തന്ത്രം, എന്തൊരു ഗൂഢമായിട്ടുള്ള കാര്യങ്ങൾ, രഹസ്യങ്ങളുണ്ട്, അങ്ങനെയാണ് വിസകൾ, അല്ലെങ്കിൽ ലക്കാണെന്ന്. അതൊന്നുമല്ല. ലക്ക് ചിലപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും വേണമല്ലോ. പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അവർക്ക് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ വേണം നമ്മെക്കുറിച്ച്. 1. 2, നമ്മുടെ ഉദ്ദേശശുദ്ധി, എന്തിനാണ് നമ്മൾ പോകുന്നത് അമേരിക്കയ്ക്ക്, അത് വ്യക്തമായിട്ട് നമ്മുടെ മുഖത്ത് തന്നെ നമുക്കറിയണം. 2. 3, നമ്മുടെ സമ്പദ് വ്യവസ്ഥ എങ്ങനെയാണ്. കാരണം എന്ത് തന്നെ ഉദ്ദേശശുദ്ധി ഉണ്ടെങ്കിലും നമ്മൾ അവിടെ പോയിട്ട് മറ്റെന്തെങ്കിലും തരികടയാണ് ചെയ്യുന്നതെങ്കിൽ അത് അമേരിക്കൻ ഗവൺമെൻറ്റിനും അവിടുത്തെ ജനതകൾക്കും ഒരു ബാധ്യതയാവുമല്ലോ. അപ്പോൾ അവർക്ക് ആദ്യം നോക്കേണ്ടത് നിങ്ങളുടെ സാമ്പത്തിക ശേഷിയുള്ളവരാണോ. അപ്പോൾ എന്താണ്, നമ്മൾക്കിവിടെ വേണ്ടുവോളം വേലയും കൂലിയും ഉണ്ടെങ്കിൽ നമ്മൾ അമേരിക്കയിൽ പോയിട്ട് ന്യൂസ് പേപ്പർ ഇടും, അതുപോലെ തന്നെ പെട്രോൾ പമ്പിൽ പെട്രോൾ ഇടേണ്ട ആവശ്യം നമുക്ക് വീടുകളിൽ പോയിട്ട് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അവർക്കറിയണം നിങ്ങൾ അവിടെ പോയിട്ട് പ്രശ്നം ഉണ്ടാക്കുമോ. 4, നമ്മൾ ഈ ഗണിതം, അതുപോലെ തന്നെ ജ്യോതിഷം, അതുപോലെ ചെറിയ ചെറിയ മാജിക് ഓർ ചെറിയ അങ്ങനെയുള്ള കുറേ ആൾക്കാർ, ഡാൻസ്, മ്യൂസിക്, അങ്ങനെയുള്ള കുറേ ചെയ്ത ആൾക്കാർ പണം ഉണ്ടാക്കുന്നവരുണ്ട്. സോ 2 മാസം 3 മാസം അത് ചെയ്യാൻ പാടില്ല. കാരണം ടൂറിസ്റ്റ് വിസ എന്ന് പറഞ്ഞിട്ട് ടൂറിസത്തിന് വേണ്ടിയാണ്, നോട്ട് ഫോർ എനിത്തിങ് എൽസ്. അപ്പോൾ അവിടെ പോയി ജോലി ചെയ്യാൻ പാടില്ല. പിന്നെ അവിടെ പോയിട്ട് മറ്റ് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളിലും വീഴാൻ പാടില്ല. ദോ റൈറ്റ് നൗ അമേരിക്കൻ വിസ ദേ ഗിവ് ഫോർ 6, യു ക്യാൻ സ്റ്റേ ദ 6 months. പക്ഷേ ആ 6 months അവരെ അടിക്കുന്നുണ്ട്. നമ്മുടെ പാസ്പോർട്ട് നമ്മളവിടെ ഇറങ്ങിയിട്ട് നമുക്ക് പാസ്പോർട്ട് തരുമ്പോഴേ നമ്മൾ അവർ അടിക്കുന്നുണ്ട്. സോ അതിൽ നിന്ന് ഒരു ദിവസം പോലും നമ്മൾ എക്സ്ട്രാ അവിടെ സ്റ്റേ ചെയ്യാൻ പാടില്ല. 6 മാസത്തേക്കൊരു വിസ, നമുക്ക് 10 വർഷത്തെ വിസ കിട്ടിയാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും പോകാം, 6 മാസം ഇവിടെ താമസിക്കാം. അതിന് വലിയ കാര്യമല്ലേ. പക്ഷെ നമ്മൾ അതിലും എക്സീഡ് ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. ഈ 6 മാസത്തിനുള്ളിൽ നമുക്ക് അവിടെ താമസിക്കാമെങ്കിലും നമ്മൾ ആരും പഠിപ്പിക്കാനോ അല്ലെങ്കിൽ പഠിക്കാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജോലിക്കോ കട തുടങ്ങാനോ ന്യൂസ് പേപ്പർ വിൽക്കാനോ പെട്രോൾ പമ്പിൽ ജോലി ചെയ്യാനോ അതൊന്നും ചെയ്യാൻ പാടില്ല. This is purely for the tourism or to meet the friends and relatives. Maximum you can probably stay with your family and look after children or grandchildren, and that's it.